Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Redmi Note 13 Pro Plus 5Gന്റെ ഒരു ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ എല്ലാ വർഷവും Redmi Note സീരീസ് ക്യാമറ സെൻട്രിക് ഡിവൈസസ് ആണ് വരാറ്. അപ്പോൾ ഇത്തവണയും അതിലൊരു മാറ്റമില്ല. Redmi Note 13 Pro Plus 5Gയിലും ഒരു നല്ല 200 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ സെറ്റപ്പ് എത്രത്തോളം നല്ലതാണ് എന്നാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ Redmi Note 13 Pro Plus 5Gയിലെ 200 മെഗാപിക്സൽ സെൻസർ കഴിഞ്ഞ വർഷത്തെ അതേ സെൻസർ അല്ല, അതിലും ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ Redmi Note 13 Pro Plus 5Gയിൽ വരുന്നത് ഒരു സാംസങ്ങിൻ്റെ HP3 സെൻസറാണ് വരുന്നത്. 200 മെഗാപിക്സൽ സെൻസറാണ്. 4x ഇൻ സെൻസർ സൂം അവൈലബിൾ ആണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 2 മെഗാപിക്സൽ മാക്രോ സെൻസറാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 12.5-ൽ ഫോട്ടോസ് എടുക്കാം, അതേപോലെ 50 മെഗാപിക്സലിൽ ഫോട്ടോസ് എടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് 200 മെഗാപിക്സലിലും ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് 4x സൂം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇൻ സെൻസർ സൂമാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്കെല്ലാം തന്നെ നോക്കാം എത്രത്തോളം നല്ലതാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിലെടുത്ത് ഫോട്ടോസ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിലെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഡീറ്റെയിൽസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 200 മെഗാപിക്സൽ ക്യാമറ, നല്ല ഷാർപ്പ് ഇമേജസ് ആണ്, അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. അപ്പോൾ കാര്യമായ കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ പറയാനില്ല എന്ന് പറയാം. നല്ല ക്ലിയർ ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ ഷാർപ്പാണ്. അതിനൊപ്പം തന്നെ നല്ല ഡീറ്റെയിൽസ് ആണ്. കളർ ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നല്ല പഞ്ചി കളേഴ്സാണ്. സ്കൈ കളേഴ്സൊക്കെ നല്ല പഞ്ചിയാണ്. എന്നാൽ സാച്ചുറേഷൻ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. പിന്നെ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ പോലും നല്ല ഷാർപ്നെസ് ലെവൽസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. നല്ലൊരു രീതിയിലാണ് ഇതിനകത്ത് ക്യാമറ സെറ്റപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഇതിനകത്ത് 4x ഇൻ സെൻസർ സൂമിൽ ഇമേജസും കണ്ടില്ലേ, നല്ല ഷാർപ്പ് ആൻഡ് ഡീറ്റെയിൽഡാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു 4x വരെ സൂം ചെയ്തെടുക്കുക എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. ഇനി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കളർ ക്വാളിറ്റി പ്രൈമറി ക്യാമറയിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പലപ്പോഴും അത് മാറി വരാറുണ്ട്. എന്നാൽ 8 മെഗാപിക്സലിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഷാർപ്നെസ് ലെവൽസ് പ്രൈമറി ക്യാമറേൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം യൂസബിൾ ഇമേജസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ക്ലോസപ്പ് ഇമേജസ് കാണുമ്പോൾ ഇവിടെ നമുക്ക് നല്ല ഷാർപ്പ് ആൻഡ് വൈബ്രൻറ്റ് ഇമേജസ് ആണ്, നല്ല ഡീറ്റെയിൽസ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ വീണ്ടും ഷാർപ്നെസ് ലെവൽസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഓവറോൾ ഡൈനാമിക് റേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പിന്നെ 200 മെഗാപിക്സൽ ക്യാമറയുണ്ട്, ഒരു ബൊക്കെ എഫക്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സൽ മാക്രോയിലേക്ക് വരുമ്പോൾ ഇവിടെ വളരെ ആവറേജ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. ഒട്ടും തന്നെ എനിക്ക് സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് അല്ല. 2 മെഗാപിക്സൽ മാക്രോ ഒഴിവാക്കേണ്ട സമയമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പോർട്രേറ്റ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും തന്നെ സ്കിൻ ടോൺസ് വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒട്ടും തന്നെ ഒരു വൈറ്റനിങ് എഫക്റ്റോ അങ്ങനെ ഒന്നും തന്നെ തോന്നിയില്ല. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് HDR പ്രോസസ്സിങ് അത്രയ്ക്ക് പോരാ. പ്രത്യേകിച്ച് സ്കൈ കളേഴ്സൊക്കെ തന്നെ എന്താ പറയുക, വൈറ്റ് ബാലൻസ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഓവറോൾ സ്കിൻ ടോൺസും എഡ്ജ് ഡിറ്റക്ഷനും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ഫോട്ടോ ഉണ്ടില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കൈ കളർ ഒരു എന്താ പറയുക വൈറ്റ് ബാലൻസ് ഇഷ്യൂ പോലെ തോന്നുന്നു. പക്ഷേ എന്നാൽ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാവുന്ന ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഷവമി ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇനി ലോ ലൈറ്റ് എക്സ്പീരിയൻസ്, ഇൻഡോർ ലൈറ്റിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും ഉണ്ട്, നല്ല ഷാർപ്നെസ് ലെവൽസും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രീം ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നൈറ്റ് മോഡ് ടേൺ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ചെയ്യാം. അപ്പോൾ ഇതിലെടുത്ത ഫോട്ടോസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഈ ഫോട്ടോസൊക്കെ നോക്കി HDR പെർഫോമൻസ് അടിപൊളിയാണ്. അതേപോലെ ഷാർപ്നെസ് ലെവൽസും നോയ്സ് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത്. നോയ്സ് എന്താണെന്ന് വെച്ചാൽ ഇമേജസ് ഗ്രെയിനി ആവേണ്ടതാണ് നോയ്സ് എന്ന് പറഞ്ഞാൽ, അതും ഒട്ടും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല ക്വാളിറ്റി ഇമേജസ് ആണ്. അതേപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഡൈനാമിക് റേഞ്ചാണ്. ആ ഇലകളൊക്കെ ഉണ്ടല്ലോ നല്ല ക്ലീൻ ആൻഡ് ക്ലാരിറ്റി ഉള്ളതാണ്. അതേപോലെ തന്നെ 4x സൂമിലെടുത്ത നൈറ്റ് മോഡ് ഇമേജസും അത്യാവശ്യം യൂസബിൾ ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. ഇനി സെൽഫീസിലേക്ക് പോകുമ്പോൾ വീണ്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കിൻ ടോൺസ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും കളർ റീപ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം തന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലാത്ത ഒരു സെൽഫി ക്യാമറയാണ് 16 മെഗാപിക്സൽ ഓഫർ ചെയ്യുന്നത്. എഗെയിൻ സെൽഫി ക്യാമറ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എഡ്ജ് ഡിറ്റക്ഷൻ ഇൻ സെൽഫീസ് കുഴപ്പമില്ല എന്ന് പറയാം. ലോ ലൈറ്റ് സെൽഫീസും അത്യാവശ്യം ഡീസെൻ്റ്ലി ഗുഡ് ലുക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം കിട്ടുന്നത് 4K 30 FPS ആണ് വരുന്നത്. നല്ല സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജ് എന്ന് പറയാം. കളേഴ്സ് ആണെങ്കിൽ നല്ലതാണ്. സ്റ്റെബിലൈസേഷനും വളരെ മികച്ചതാണ്. ഇത് OIS പ്ലസ് EIS കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ഫുട്ടേജാണ്. കളേഴ്സും ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും എല്ലാം തന്നെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൽ എന്താ പറയുക, വീഡിയോ റെക്കോർഡിങ്ങിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല.
ഇനി 1080p 60fps വീഡിയോ എടുത്താലും അതേ ക്വാളിറ്റിനെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. കളേഴ്സ് കുറച്ചുകൂടെ മ്യൂട്ടഡ് ആയിട്ടാണ് കാണുന്നത്, എന്നാൽ പോലും ഓവറോൾ ഒരു നാച്ചുറൽ കളർ ടോൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 1080p 30fps പോലും നല്ല സ്റ്റെബിലൈസേഷനാണ്. കാരണം EIS പ്ലസ് OIS കോമ്പിനേഷൻ വളരെ മികച്ച വീഡിയോ റെക്കോർഡിംഗ് ആണ് നമുക്കിവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 MP ആണ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ക്വാളിറ്റി ഡീസൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഇവിടെയും നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. So this is the front facing camera sample taken using the Redmi Note 13 Pro Plus 5G in 1080p at 60fps. So that's the maximum resolution supported, 1080p 30 and 1080p 60fps. So you can judge yourself how good the clarity of the video is and also the audio output. So this is the front facing camera sample taken in 1080p at 30fps using the Redmi Note 13 Pro Plus 5G. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5Gൻ്റെ ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. അപ്പോൾ ഓവറോൾ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നല്ലതാണ്, അതേപോലെ 4x ഇൻ സെൻസർ സൂം നല്ലതാണ്, എന്താ പറയുക ക്ലോസപ്പ് ഇമേജസും നല്ലതാണ്, ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്, സെൽഫീസും എനിക്ക് ഇഷ്ടപ്പെട്ടു, വീഡിയോ റെക്കോർഡിംഗ് നല്ലതാണ്. ഇനി ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ പോർട്രേറ്റിൻ്റെ ഡൈനാമിക് റേഞ്ചും അതേപോലെ കളർ റിപ്രൊഡക്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതിനൊപ്പം തന്നെ ആ മാക്രോ സെൻസർ ഡെഫിനറ്റ്ലി 2 MP അത്രയ്ക്ക് നല്ലതല്ല. അതേപോലെ 8 MP അൾട്രാ വൈഡും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് പറയാം. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാമറ സെറ്റപ്പ് 30,000 പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല ഒരു ക്യാമറ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഫിക്സ് ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഷവമി അതിൽ വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5Gൻ്റെ ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ക്യാമറ 30,000 റുപ്പീസിന് നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയെക്കുറിച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.